നമ്മളങ്ങനെ കാപ്പി കുടിച്ചിരിക്കെ പൊടുന്നനെയാണ് ചെറിയൊരു സൈറൺ കേൾക്കുന്നത്. അതുവരെ സജീവമായിരുന്ന ആ ലെവൽ ക്രോസ് ഒരു ചെറിയ ബാർ വന്ന് അടയുന്നു. ആ ഗേറ്റ് അടയ്ക്കുന്നതോടുകൂടി തന്നെ ട്രെയിനിൻ്റെ സൈറൺ കേൾക്കുകയും ഒരു വളവ് തിരിഞ്ഞ് ആ ട്രെയിൻ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്തു. മനോഹരമായൊരു കാഴ്ചയാണത്. ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കാപ്പി കുടിക്കുക, തൊട്ടടുത്തുകൂടെ ട്രെയിൻ കടന്നു പോകുന്ന രംഗം മൊബൈലിൽ പകർത്തുക, അവിടെ വെച്ച് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് സഞ്ചാരികളുടെ ഒരു വിനോദം. വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഈ ട്രെയിൻ സ്ട്രീറ്റ് മാറിയിട്ട് ഏതാണ്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ഈ വിയറ്റ്നാമി ജനതയുടെ അവർ നല്ല കച്ചവടക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം കൊണ്ട് ആളുകളെ കീഴടക്കുന്നവരാണ്. അവരുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് വന്ന വലിയ അധ്വാനശീലരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഈ ട്രെയിൻ സ്ട്രീറ്റുകൾ പറയുന്നത്. വിയറ്റ്നാമിലേക്ക് ഇപ്പോൾ ധാരാളമായി സഞ്ചാരികൾ ഒഴുകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് വിയറ്റ്നാമിലേക്ക്. സാധാരണയായിട്ട് വിയറ്റ്നാമിലെത്തുന്ന ആളുകൾ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോകും. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലാണ് ട്രെയിൻ സ്ട്രീറ്റ് ഉള്ളത്. ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കാപ്പി കുടിക്കുക, തൊട്ടടുത്തുകൂടെ ട്രെയിൻ കടന്നു പോകുന്ന രംഗം മൊബൈലിൽ പകർത്തുക, അവിടെ വെച്ച് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് സഞ്ചാരികളുടെ ഒരു വിനോദം. വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഈ ട്രെയിൻ സ്ട്രീറ്റ് മാറിയിട്ട് ഏതാണ്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. 1902 ഫ്രഞ്ചുകാരാണ് വിയറ്റ്നാമിൽ റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നത്. മീറ്റർ ഗേജ് റെയിൽപാതകളാണ് അവിടെയുള്ളത്. ഈ ട്രെയിൻ പക്ഷേ വടക്കൻ വിയറ്റ്നാമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ദീർഘദൂര റെയിൽപാതയാണ് ഇവിടെയുള്ളത്. 1970 ഫ്രഞ്ചുകാർ തന്നെ ഈ തകർന്ന റെയിൽപാളത്തെ, യുദ്ധകാലത്ത് തകർന്നു പോയ റെയിൽപാളത്തെ വീണ്ടും നവീകരിക്കുന്നുണ്ട്. അത് 1970 നടന്ന ആ നവീകരണം റീയൂണിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും ഈ തെരുവിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകൾ റീയൂണിഫിക്കേഷൻ എക്സ്പ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാമാന്യം വേഗതയിൽ തന്നെയാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. ആ ട്രെയിനുകളുടെ തൊട്ടടുത്തിരുന്നുകൊണ്ട്, അതായത് 1 മീറ്റർ പോലും അകലമില്ല എന്ന് വേണം പറയാൻ, ആ തൊട്ടടുത്തിരുന്നു കൊണ്ട് കാപ്പി നുണയുക എന്നതാണ് ട്രെയിൻ സ്ട്രീറ്റിൻ്റെ ഒരു ആകർഷണം. ഈ ട്രെയിൻ സ്ട്രീറ്റിലെത്തിയാൽ അവിടെ നമുക്ക് പലതരത്തിലുള്ള കാപ്പികളും അതുപോലെ തന്നെ മറ്റ് ഇളനീർ പോലെയുള്ള പാനീയങ്ങളും സ്നാക്സും ഒക്കെ കിട്ടും. ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ഈ റെയിൽവേ ലൈനിൻ്റെ ഇരുവശത്തുമായി നിരവധി കഫേകളാണ് ഈ സ്ട്രീറ്റിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹനോയിലെ ഓൾഡ് ക്വാർട്ടറിലും ഫ്രഞ്ച് ക്വാർട്ടറിലുമായി ട്രെയിൻ സ്ട്രീറ്റിൻ്റെ ഭാഗങ്ങളുണ്ട്. അത് 1902 സ്ഥാപിച്ച റെയിൽവേ ലൈൻ ആണെങ്കിൽ പോലും കഴിഞ്ഞൊരു 5 വർഷം മുമ്പാണ് ഈ ഇടുങ്ങിയ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ, അവിടെയുള്ള ആ പ്രദേശവാസികൾ, അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറിപ്പോയിരുന്ന ആളുകൾ അവിടത്തേക്ക് തന്നെ തിരിച്ചു വരികയും അവിടെ ചെറിയ കഫേകൾ ആരംഭിക്കുകയും ചെയ്തു. 1-2 കഫേകളായി തുടങ്ങിയ ആ സ്ഥലത്തേക്ക് യാദൃശ്ചികമായി വിയറ്റ്നാമിലെത്തിയ സഞ്ചാരികൾ അവരവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. സാമൂഹിക മാധ്യമങ്ങൾ അവിടെ വെച്ചുള്ള വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങി. അത് കൂടുതൽ സഞ്ചാരികളിലേക്ക് എത്തി. സ്വാഭാവികമായും ആ സ്ട്രീറ്റ് വൈറലായി. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികൾ, ഒരു മലയാളി വിനോദസഞ്ചാരി വിയറ്റ്നാമിലെത്തിയാൽ ട്രെയിൻ സ്ട്രീറ്റിൽ നിന്നുള്ള ഒരു സെൽഫിയോ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അതൊരു അപൂർണതയായിട്ട് കണക്കാക്കപ്പെടുന്നിടത്തോളം കാര്യങ്ങളെത്തി. വ്യത്യസ്തമായ കോഫികൾ രുചിച്ചു നോക്കാനുള്ള അവസരം ഈ സ്ട്രീറ്റിൽ ഇന്നുണ്ട്. ഇളനീർ കോഫി, അതുപോലെ തന്നെ എഗ് കോഫി, വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ എഗ് കോഫി, കോപ്പി ലുവാക്ക്, ക്യുവറ്റ് കോഫി, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ രുചികളിലുള്ള ധാരാളം കോഫി അവിടെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സ്നാക്സ്, പല രുചികളിലുള്ള ഭക്ഷ്യ വിഭവങ്ങളും ഈ തെരുവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നുണയാനായി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹനോയിലെ ആ ഇടുങ്ങിയ തെരുവുകളിൽ ഒരു കാലത്ത് വികസനത്തിൻ്റെ ഇരകളായി മാറിയ ഒരു ജനത, അവർക്ക് വലിയ തരത്തിലുള്ള വരുമാനം ലഭിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടത് മാറിയിരിക്കുന്നു. ട്രെയിൻ വരുന്നതിന് തൊട്ട് മുമ്പായി ഈ കടകളിലുള്ള കഫേകളിലുള്ള കച്ചവടക്കാരികൾ, കൂടുതലും അവിടെയുള്ളത് സ്ത്രീകളാണ്. ഈ കഫേകളൊക്കെ നടത്തുന്നതിൽ അധികവും സ്ത്രീകളാണ്. കഫേകൾ മാത്രമല്ല, അതോട് ചേർന്ന് വിയറ്റ്നാമിൻ്റെ വളരെ പ്രശസ്തമായ പട്ട്, സിൽക്ക് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മൊമെൻറ്റോസ്, അതുപോലെ തന്നെ സൊവനീറുകളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത്തരം കച്ചവടങ്ങളൊക്കെയും നടക്കുന്ന സ്ഥലങ്ങളിലുള്ള സ്ത്രീകൾ നേരത്തെ തന്നെ പറയും, അല്പസമയത്തിനകം ട്രെയിൻ വന്നു ചേരും, അതുകൊണ്ട് എല്ലാവരും പാളത്തിൽ നിന്ന് മാറി ആ പാളത്തോട് ചേർന്ന് തന്നെ തങ്ങളിട്ടിരിക്കുന്ന ഉയരം കുറഞ്ഞ കസേരകളിൽ വന്ന് നിങ്ങൾ ഇരിപ്പുറപ്പിക്കണം എന്ന് പറയും. അതോടൊപ്പം തന്നെ ആ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും ഇവർ ഓർഡർ എടുക്കാൻ വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഇളനീർ കോഫിയാണോ, ഇനി എഗ് കോഫിയാണോ, എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇളനീർ തന്നെ രുചിക്കാനാണോ, ഏത് തരത്തിലുള്ള വിഭവങ്ങളും നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ ചെറിയ ഇന്ത്യൻ രൂപ 1000 കൊടുത്താൽ ദശലക്ഷക്കണക്കിന്
വിയറ്റ്നാമി ഡോങ് ആണ് നമുക്ക് കയ്യിൽ കിട്ടുക. അപ്പോൾ ഒറ്റയടിക്ക് ചെറിയ പണവുമായിട്ട് വിയറ്റ്നാമിലെത്തിയാൽ നമുക്ക് ലക്ഷപ്രഭുക്കളാകാൻ സാധിക്കുമെന്നുള്ളതാണ്. ചെറിയ ഡോളറുകൾക്ക് തന്നെ വലിയ പണം വിയറ്റ്നാമിൻ്റെ കറൻസിക്ക് മൂല്യം കുറവായതുകൊണ്ട് മില്യണുകളാണ് അതിന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പിയുടെ ഒക്കെ വില ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള വലിയ വിലയായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ മൂല്യം ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ വില മാത്രമാണ് അതിന് വരുന്നുള്ളൂ. ഏതായിരുന്നാലും നമ്മളങ്ങനെ കാപ്പി കുടിച്ചിരിക്കെ പൊടുന്നനെയാണ് ചെറിയൊരു സൈറൺ കേൾക്കുന്നത്. അതുവരെ സജീവമായിരുന്ന ആ ലെവൽ ക്രോസ് ഒരു ചെറിയ ബാർ വന്ന് അടയുന്നു. ആ ഗേറ്റ് അടയ്ക്കുന്നതോടുകൂടി തന്നെ ട്രെയിനിൻ്റെ സൈറൺ കേൾക്കുകയും ഒരു വളവ് തിരിഞ്ഞ് ആ ട്രെയിൻ നമ്മുടെ മുമ്പിലേക്ക് വരികയും ചെയ്തു. മനോഹരമായൊരു കാഴ്ചയാണത്. ഒരു ദിവസത്തിൽ പലതവണ ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്. ഈ വീക്കെൻഡ് ദിനങ്ങളിലാണ്, വാരാന്ത്യ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഇതിലെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളും ആ സമയങ്ങളിലാണ് ഇവിടത്തേക്ക് എത്തുന്നത്. വൈകുന്നേരങ്ങളിലുള്ള ട്രെയിൻ സ്ട്രീറ്റിലെ കാഴ്ച അതിമനോഹരമാണ്. അവിടെ വെച്ച് ഇങ്ങനെ കാപ്പി കുടിച്ചും ഒക്കെ ആളുകൾ അവരുടെ സമയം ചെലവഴിക്കുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഏതാണ്ട് 2700 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള റെയിൽവേ ലൈനാണ് വിയറ്റ്നാമിലുള്ളത്. ഇവിടെ നിന്ന് വടക്കൻ വിയറ്റ്നാമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രെയിനുകൾ പോകുന്നുണ്ട്. സാപ്പയിലേക്ക്, അതുപോലെ തന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്കൊക്കെയുള്ള ട്രെയിനുകളുണ്ട്. ആ ഹനോയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള ട്രെയിൻ യാത്ര ഏതാണ്ട് 35 മണിക്കൂർ സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറും ഒരു ടൂറിസ്റ്റ് സാധ്യത മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു റെയിൽവേ ലൈൻ അല്ല എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. അത്രയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനുകൾ, ആ ട്രെയിനുകൾ കടന്നു പോകുന്ന സമയത്ത് വളരെ സ്വാഭാവികമായി ട്രെയിൻ വരുമ്പോൾ മാത്രം ആളുകൾ മാറിക്കൊടുക്കുകയും ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ അതേ തെരുവിലേക്ക് കസേരയിട്ട് നീണ്ടു നിവർന്നിരിക്കുകയും ചെയ്യുന്ന, അവിടെ വെച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാനാവും. മലയാളികൾ മാത്രമല്ല, യൂറോപ്യരും ആഫ്രിക്കക്കാരും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റിലെ സ്വാഭാവികമായ വിയറ്റ്നാമി ജനതയുടെ അവരുടെ ഒരു അതിജീവനത്തെ ആസ്വദിക്കുകയും അവിടുത്തെ കാപ്പി നുണയുകയും ചെയ്യുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികൾ, പ്രത്യേകിച്ച് ഹനോയിലെത്തുന്ന സഞ്ചാരികൾ ഈ സ്ട്രീറ്റിനെ ഒരിക്കലും മിസ് ചെയ്യുകയില്ല. ട്രെയിൻ സ്ട്രീറ്റിലെത്തിയാൽ ഒരു ലോക വിനോദസഞ്ചാരികളുടെ ഒരു ചെറുപതിപ്പ്, അതായത് ലോകത്തിൻ്റെ തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു ചെറുപതിപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പല രാജ്യക്കാരായ, പല തരക്കാരായ വിനോദസഞ്ചാരികളും അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിയറ്റ്നാമി ജനതയുടെ, അവർ നല്ല കച്ചവടക്കാരാണ്, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം കൊണ്ട് ആളുകളെ കീഴടക്കുന്നവരാണ്. അവരുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് വന്ന വലിയ അധ്വാനശീലരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് ഈ ട്രെയിൻ സ്ട്രീറ്റുകൾ പറയുന്നത്.